ഫ്രണ്ട്സ്, നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 8th ചാപ്റ്ററായ മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് മോഷൻ, ഒറിജിൻ, മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ, സ്പീഡ് വിത്ത് ഡിറക്ഷൻ ഓർ വെലോസിറ്റി. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവിങ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി എന്താണെന്ന് പറയാം, മോഷനിലാണെന്ന് പറയാം. അതല്ലെങ്കിൽ അതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ പൊസിഷനെ കുറിച്ച് പറഞ്ഞു. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഓൾവേസ് ഒരു റെഫറൻസ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ആ റെഫറൻസ് പോയിന്റിനെ പറയുന്ന പേരാണ് ഒറിജിൻ. അതായത് നമ്മളെപ്പോഴും പറയും ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്കൂള് ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര കിലോമീറ്റർ അകലത്തിലാണ്. എക്സാമ്പിൾ, ഒരു വില്ലേജിലെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനെ റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ സ്കൂളിൻ്റെ പൊസിഷൻ പറഞ്ഞു. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനാണ് അവിടുത്തെ റെഫറൻസ് പോയിന്റ്. മോഷൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനാണ് അതിൻ്റെ ഒറിജിൻ അഥവാ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ആ റെഫറൻസ് പോയിന്റിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഓൾവേസ് കാൽക്കുലേഷൻസ് നടത്തുന്നത്. അപ്പോൾ മോഷൻ എന്താണെന്ന് മനസ്സിലായി, ഒറിജിൻ എന്താണെന്ന് മനസ്സിലായി. പല ടൈപ്സ് ഓഫ് മോഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, സർക്കുലർ മോഷൻ, വൈബ്രേഷൻ, റൊട്ടേഷണൽ മോഷൻ. ഇതെല്ലാം പല ടൈപ്സ് ഓഫ് മോഷനാണ്. അതിനകത്ത് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന മോഷനാണ് മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഇതാണ് നമുക്ക് പഠിക്കാൻ എളുപ്പമായാലും കാൽക്കുലേഷൻസ് ആയാലും എല്ലാം ഏറ്റവും എളുപ്പമുള്ള മോഷനാണ് മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഫസ്റ്റ് നമുക്ക് മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. ഇത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ഒയിൽ നിന്ന് ബി സി വഴി എയിലെത്തി, തിരിച്ച് എയിൽ നിന്ന് സി വഴി ബിയിലെത്തി. അപ്പം ഒബ്ജക്റ്റ് ഇവിടുന്ന് എയിലെത്തി, എയിൽ നിന്ന് തിരിച്ച് ബിയിലെത്തി. ഇതാണ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒയിൽ നിന്ന് എ ടു ബി, സി വഴി ബി പോയ അതുവഴി തന്നെ തിരിച്ച് സി വഴി ബിയിലെത്തി. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ പൊസിഷൻ. ഇത് ഒബ്ജക്റ്റിൻ്റെ ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ. ഒയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് ബിയിലെത്തി. അപ്പോൾ ബി ആണ് ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ പൊസിഷൻ. ഈ ഒ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ. ഇനി ഈ സ്ട്രേറ്റ് ലൈൻ മോഷനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ടോട്ടൽ കവർ ചെയ്ത പാത്ത് ലെങ്ത്, അതാണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത്. അപ്പോൾ ഈ കേസിൽ ഡിസ്റ്റൻസ് നമുക്ക് എത്രയെന്ന് എഴുതാം? ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തി ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് ഒ ടു എ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 120. ഇതിപ്പോൾ നമ്മൾ മീറ്ററിൽ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ 120 മീറ്റർ പ്ലസ് എ ടു സി എയിൽ നിന്ന് സി വഴി ബിയിലെത്തി. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 120 മൈനസ് 20 100 മീറ്റേഴ്സ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 220 മീറ്റേഴ്സ് ആണ്. അപ്പം ഇത് ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ പൊസിഷൻ, അതായത് ജേർണി സ്റ്റാർട്ട് ചെയ്ത പൊസിഷനും അഥവാ ഒറിജിനിൽ നിന്ന് അതിന്റെ ഫൈനൽ പൊസിഷൻ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈനൽ പൊസിഷൻ ഏതാണ്? ബി. ഇനിഷ്യൽ പൊസിഷൻ ഏതാണ്? ഓ. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയാണ്? 20 മീറ്റേഴ്സ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. ഇനി ഈക്വൽ ആവുന്ന കേസസ് ഉണ്ടോ? ഉണ്ട്. ഓയിൽ നിന്ന് ഒബ്ജക്റ്റ് എ വരെ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. ആ സമയത്ത് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 120 മീറ്റർ ആണ്, ഒ ടു എ. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഒ മുതൽ എ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ആ സ്ട്രേറ്റ് ലൈനിൻ്റെ ലെങ്ത് തന്നെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്? 120 മീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്.
അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ്, അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി. അതിപ്പോൾ എന്താണ്, സർക്കുലർ മോഷനിലാണ് പോകുന്നത്. ഈ സമയത്തുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. അതിനു മുമ്പ് എല്ലാവർക്കും സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. പെരിമീറ്റർ ഈക്വൽ ടു 2πr ആണ്. അതായത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് എന്ത്, 2πr എന്ന് പറയുന്നത്. ഇനി ഈ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ ഒബ്ജക്റ്റ് O മുതൽ A വരെ ട്രാവൽ ചെയ്തു. അതായത് ഇത്രയും നമുക്ക് എന്താണെന്നറിയാം, പെരിമീറ്റർ 2πr. അപ്പോൾ ഇവിടെ വരെ ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും, അതിൻ്റെ പകുതി 2πr/2, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു പെരിമീറ്റർ/2, അതായത് 2πr/2 πr. ഇനി അവർ റേഡിയസ് തന്നിട്ടുണ്ട് 2 മീറ്റർ. അപ്പോൾ π × 2 ആണ് എന്ത്, ഡിസ്റ്റൻസ് ട്രാവൽഡ്. 2π മീറ്റേഴ്സ് ആണ് എന്ത്, ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ഇതാണല്ലോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഡയമീറ്റർ 2r, അതായത് 2 × 2 ഈക്വൽ ടു 4 മീറ്റേഴ്സ് ആണ് ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ കേസിൽ എന്താണ്, ഡിസ്റ്റൻസ് നോട്ട് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴെങ്കിലും ഈക്വൽ ആവുമെന്ന്. ഈ കേസ് തന്നെ നോക്കിയേ, ഈ ഒബ്ജക്റ്റ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് എയിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവും. ഇനി ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന കേസ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് എ വരെ എത്തി, എയിൽ നിന്ന് തിരിച്ച് ട്രാവൽ ചെയ്ത് വീണ്ടും ഓയിലെത്തി. ആ സമയത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും, O to A 120, തിരിച്ച് A to O വീണ്ടും 120. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും, 120 + 120 ഡിസ്റ്റൻസ് ഈക്വൽ ടു 240 മീറ്റർ ആയിരിക്കും ആ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇനി ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് എയിലെത്തി, അപ്പോൾ ഓയിൽ നിന്നാണ് അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ O ആയിരിക്കും. ഇനി എയിൽ നിന്ന് തിരിച്ച് വീണ്ടും ഓയിലെത്തി, അപ്പോൾ ഫൈനൽ പൊസിഷൻ എന്തായിരിക്കും, O ആയിരിക്കും. അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കോയിൻസൈഡ് ചെയ്യുന്നു. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 മീറ്റർ ആയിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റിന് നോൺ സീറോ ഡിസ്റ്റൻസ് വിത്ത് 0 ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആവും. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിന് നോൺ സീറോ ഡിസ്റ്റൻസ് ആൻഡ് 0 ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആവും. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് അതിന് സ്റ്റാർട്ട് ചെയ്ത ജേർണിയിൽ തന്നെ തിരിച്ചു സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ ജേർണി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സർക്കുലർ മോഷനിലാണെങ്കിലും നോക്കി, അതിൻ്റെ ടോട്ടൽ പാത്ത് അയാൾ ഇത്രയും കവർ ചെയ്തു. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, നോൺ സീറോ ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി NCERT ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A farmer moves along the boundary of a square field of side 10 meter in 40 seconds. അതായത് ഒരു സ്ക്വയർ ഫീൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിനെ ABCD എന്ന് നെയിം ചെയ്യാം. അതിൻ്റെ ഒരു സൈഡ് 10 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സൈഡ് A farmer moves along the boundary of a square field of side 10 meter in 40 seconds. അതായത് ഒരു സ്ക്വയർ ഫീൽഡിൻ്റെ ബൗണ്ടറി കൂടെ അയാൾ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യുവാണ് 10 മീറ്റർ സൈഡുള്ള ഇൻ 40 സെക്കൻഡ്. അതായത് ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചുറ്റളവ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് AB + BC + CD + DE അതായിരിക്കും എന്താണ് ബൗണ്ടറി. ആ ബൗണ്ടറി നമുക്കപ്പം എത്ര കിട്ടും, 10 × 4 = 40 മീറ്റേഴ്സ് എന്ന് കിട്ടും. ആ 40 മീറ്റേഴ്സ് ഇൻ 40 സെക്കൻഡ്സ് ആണ് പറയുന്നത്. ഓക്കെ. What will be the magnitude of displacement of the farmer at the end of 2 minutes 20 seconds from his initial position? അപ്പോൾ നമുക്കിവിടെ A ആണ് അയാളുടെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് അസ്യൂം ചെയ്യാം. എങ്കിൽ 2 minutes 20 seconds കഴിയുമ്പോഴുള്ള അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം 40 സെക്കൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, അയാൾ ബൗണ്ടറി കംപ്ലീറ്റ് ചെയ്യും. എയിൽ നിന്ന് തിരിച്ച് എയിലെത്തും. അതായത് 40 സെക്കൻഡിൽ 40 മീറ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് 40 സെക്കൻഡിൽ അയാൾ എവിടെ എത്തി, എയിലെത്തി. വീണ്ടും ഒരു 40 സെക്കൻഡ് അയാൾ എവിടെ എത്തി, എയിലെത്തി. അപ്പോൾ ടോട്ടൽ എത്ര സെക്കൻഡ്, 80 സെക്കൻഡ്.
അടുത്ത 40 സെക്കൻഡ് വീണ്ടും അയാൾ എവിടെ എത്തി? വീണ്ടും എയിലെത്തി. ഇപ്പം എത്ര പ്രാവശ്യമായി? അപ്പം 40 × 3 120 സെക്കൻഡ്സ് ആയി. 120 സെക്കൻഡ്സിൽ അയാൾ എവിടെ തന്നെ നിൽക്കുവാണ്? എയിൽ തന്നെ നിൽക്കുവാണ്. ഇനി 2 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 60 + 20, അതായത് 2 മിനിറ്റിന് നമ്മൾ സെക്കൻഡ്സിലോട്ട് മാറ്റി +20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 140 സെക്കൻഡ്സ് ആണ്. 120 സെക്കൻഡ്സിൽ അയാൾ ഇവിടെ നിൽക്കുവാണ്. ഇനി ബാക്കി എത്ര റിമൈനിങ് ഉണ്ട്? 20 സെക്കൻഡ്. ഇനി 40 സെക്കൻഡ്സിൽ 40 മീറ്റർ എങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും അയാൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 10 സെക്കൻഡ്സിൽ എന്തായിരിക്കും? 10 മീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ 20 സെക്കൻഡ്സിലോ 20 മീറ്റർ, അതായത് 10 ഇവിടുത്തെ 10 മീറ്റർ + 10 മീറ്റർ, അതായത് ആ ഒബ്ജക്റ്റ് എയിൽ നിന്ന് സിയിലെത്തി. അതായിരിക്കും ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതായിരിക്കും. അതായത് ഇതിൻ്റെ ഡയഗണൽ, ഈ സ്ക്വയർ ഫീൽഡിൻ്റെ ഡയഗണൽ ആയിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഡയഗണൽ ഇക്വേഷൻ നമുക്കറിയാലോ, a√2. സ്ക്വയറിൻ്റെ ഡയഗണൽ ഇക്വേഷൻ a√2. a എന്ന് പറയുന്നത് സൈഡ്. അപ്പോൾ 10√2 ആണ് എന്ത്? അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. 10 മീറ്റർ ഉള്ള ഫീൽഡിൻ്റെ ഡയഗണൽ 10√2 ആണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി 0. രണ്ടാമത്തത് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഇറ്റ് കനോട്ട് ബി 0 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു സർക്കുലർ മോഷനിലുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഓയിൽ നിന്ന് എ വരെ ട്രാവൽ ചെയ്ത് തിരിച്ച് ഓയിലെത്തി. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കോയിൻസൈഡ് ചെയ്ത് എന്തായിരിക്കും? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും. അതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി 0. ആ സെൻറ്റൻസ് എന്താണ്? ആ കേസ് റോങ് ആണ്. രണ്ടാമത്തെ കേസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ്. നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. എപ്പോഴും അത് എന്തായിരിക്കും? ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറവോ ഈക്വലോ ആയിരിക്കും. OT A വരെ ട്രാവൽ ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്. ഇനി Oന്ന് എയിൽ വന്നു, തിരിച്ച് C വഴി ബിയിൽ വന്നു. ആ സമയത്ത് എന്താണ്? ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരിക്കലും എന്താവാൻ പറ്റില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് ആവാൻ പറ്റില്ല. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? റോങ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 4th ടോപ്പിക്കാണ്, യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. ഓൾറെഡി നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, ടൈം എന്താണെന്ന് അറിയാം, മോഷൻ എന്താണെന്നൊക്കെ പഠിച്ചു. അതിനകത്ത് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് കരുതുക. ആ ഒബ്ജക്റ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാം? യൂണിഫോം മോഷനിലാണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ഡിഫറെൻറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്ന ടേബിളാണ്. ഫസ്റ്റ് 9:30 AM എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് 10 മീറ്റേഴ്സ്. നമുക്കിവിടെ മീറ്റേഴ്സിൽ കൊടുക്കുക. 10 മീറ്റേഴ്സ്. 9:45 20, 10:30, 10:15 40 ആൻഡ് 10:30 AM 50. അതായത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ടൈം ഇൻ്റർവെൽ, അതായത് എന്ന് പറഞ്ഞത് 15 ആണ്. ഇവിടെ എല്ലാ കേസിലും 15 ആണ്. അതായത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണെന്ന് മനസ്സിലായി. ഇനി എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് 15 മിനിറ്റ് കൊണ്ട് 10 മീറ്റർ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. അടുത്ത 15 മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്തു? 10 മീറ്റർ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 15 മിനിറ്റിലും 10 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 15 മിനിറ്റിലും 10 മീറ്റർ ട്രാവൽ ചെയ്തു. അതായത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്താണ്? യൂണിഫോം മോഷനിലാണെന്ന് പറയാം. അതായത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റ് ബിയുടെ മോഷൻ നോക്കാം. അതിന് ഫസ്റ്റ് 15 മിനിറ്റിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7 മീറ്റേഴ്സ് ആണ്. അടുത്ത 15 മിനിറ്റിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാം? നോൺ യൂണിഫോം മോഷനിലാണെന്ന് പറയാം. അതാണ് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. അതിനകത്ത് യൂണിഫോം മോഷനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമുക്ക് ഒരേ രീതിയിൽ പോകുന്നതല്ലാത്തത് കൊണ്ട് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും പറയാൻ പോകുന്നത്.
അതായത് മെഷറിങ് ദ റേറ്റ് ഓഫ് മോഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി മോഷൻ എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് മോഷൻ പറഞ്ഞു, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എല്ലാം പറഞ്ഞു. ഇനി ഒരു മോഷനെ മെഷർ ചെയ്യണമെങ്കിൽ, അതായത് റേറ്റ് ഓഫ് മോഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാം മൂവിങ് ഒബ്ജക്റ്റാന്ന് പറഞ്ഞു. ഇപ്പം ഒരു ഉറുമ്പ് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് ഒരു കാർ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമിന് എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ പല ഒബ്ജക്ട്സിൻ്റെയും റേറ്റ് ഓഫ് മോഷൻ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ റേറ്റ് ഓഫ് മോഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. ഈ സ്പീഡ് എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതായത് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, സ്പീഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അതായത് എങ്ങോട്ട് പോയി എന്നുള്ള ആ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ എത്ര പോയി, ഇത്ര സമയത്തിൽ ടോട്ടൽ എത്ര പോയി, അതാണ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഇനി സ്പീഡിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ, അതായത് 1 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ സ്പീഡ്. അതായത് 1 സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 സെക്കൻഡ്, അതാണ് എന്ത്, ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പീഡ് തന്നെ എന്തായിരിക്കില്ല, എപ്പോഴും ഈക്വൽ ആയിരിക്കില്ല. അതായത് ഒരു ഒബ്ജക്റ്റ് 1 സെക്കൻഡിൽ 4 മീറ്റർ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക, അടുത്ത 1 സെക്കൻഡിലും അതിന് 4 മീറ്റർ സഞ്ചരിക്കണം. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് 4 മീറ്റർ സഞ്ചരിക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷനിൽ എപ്പോഴും എന്താണ്, ആവറേജ് സ്പീഡിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് ആദ്യത്തെ 1 സെക്കൻഡ്, രണ്ടാമത്തെ 1 സെക്കൻഡ് അങ്ങനെ നമ്മൾ പറയുന്നില്ല. ടോട്ടൽ 2 സെക്കൻഡിൽ അത് എത്ര സഞ്ചരിച്ചു, 8 മീറ്റർ സഞ്ചരിച്ചു എന്ന് വെക്കുക 2 സെക്കൻഡിൽ. അപ്പോഴാണ് അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് എന്ത്, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. An object travels 60 meter in 4 seconds and then another 16 meter in 2 seconds. What is the average speed? അതായത് ഒരു ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് ബി, അതായത് 16 മീറ്ററിന് എടുത്ത ടൈം 4 സെക്കൻഡ്, അടുത്ത 2 സെക്കൻഡിലാണ് അത് എന്ത് ചെയ്തു, 60 മീറ്റർ. അതായത് O to B വരെയുള്ള സ്പീഡും B to A വരെയുള്ള സ്പീഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് വി ആവറേജ് ഈക്വൽ ടു എന്താണ്, ഫസ്റ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് O to A വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, 32 മീറ്റർ. ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണ്, 4 സെക്കൻഡ് പ്ലസ് 2 സെക്കൻഡ് 6 സെക്കൻഡ്സ്, അതായത് 32. 32/6 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, വി ആവറേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി, യൂണിറ്റ് എന്തെന്ന് കിട്ടി, മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അതാണ് എന്തെന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്പീഡിൻ്റെ യൂണിറ്റ് കിട്ടി എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. അത് അതിൻ്റെ എന്താണ്, SI യൂണിറ്റ് ആണ്, സ്പീഡിൻ്റെ SI യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇത് എപ്പോഴും മീറ്റർ ആയിക്കണമെന്നില്ല, നമുക്ക് കിലോമീറ്റർ പെർ അവറിലും പറയാൻ പറ്റും. അത് എന്താണ്, സ്പീഡിൻ്റെ യൂണിറ്റ് തന്നെയാണ്. അത് 1 അവറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, അതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡോമീറ്റർ ഓഫ് എ കാർ റീഡ്സ് 2000 കിലോമീറ്റർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ ട്രിപ്പ് and 2400 km at the end. If the total time taken is 8 hours, calculate the speed of car meter per second. മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് ഓഡോമീറ്റർ എന്താണെന്ന് അറിയണം. വെഹിക്കിൾസിൽ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഈ ഓഡോമീറ്റർ എപ്പോഴും എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല. നമ്മൾ വാഹനം എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതാണ് ഓഡോമീറ്റർ മെഷർ ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കാം, ഓഡോമീറ്റർ ഓഫ് എ കാർ റീഡ്സ് 2000 കിലോമീറ്റർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ ട്രിപ്പ്. അപ്പം ഓഡോമീറ്ററിൻ്റെ ഇനിഷ്യലിൽ 2000 കിലോമീറ്റർ ഓടി, മീറ്റർ 2000 കിലോമീറ്റർ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ സീറോത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഒരു ട്രിപ്പിൽ അത് ഓടി അവസാനം 2400 കിലോമീറ്റർ ആയിട്ട് എന്ത് മാറി, അതിൻ്റെ ഫൈനൽ റീഡിങ് 2400 കിലോമീറ്റർ ആയിട്ട് മാറി. അപ്പോഴത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം,
400 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത്, ആ ട്രിപ്പിൽ അയാൾ ടോട്ടൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്ക്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി 400 കിലോമീറ്റേഴ്സ് ബൈ ടോട്ടൽ ടൈം എത്രയാണ് 8 hours. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 400 by 8 hours, 400 by 8 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. എന്നാൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്തിലാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് എത്രയാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ വേണ്ടി കിലോമീറ്ററിന് എന്താക്കാം, മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അവറിനെ സെക്കൻഡിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 600 കൊണ്ട് ചെയ്യണം. ഇത് നമുക്ക് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 53.3 സംതിങ് കിട്ടും. അത് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്പീഡിനെ കുറിച്ചാണ്. നേരത്തെ ഞാനൊരു പോയിന്റ് പറഞ്ഞത് സ്പീഡ് എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമ്മൾ സ്പീഡിൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റ് എത്ര സ്പീഡിൽ പോയി എന്ന് കൂടെ എങ്ങോട്ട് പോയി എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫൈൻ ചെയ്യുവാണ്. അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അതായത് ഡയറക്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പീഡിനൊപ്പം സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത്, അതിൻ്റെ വെലോസിറ്റി, ആ ക്വാണ്ടിറ്റിനെ പറയുന്ന പേരാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ആ വെലോസിറ്റി എന്താവും, യൂണിഫോം ആവാം, നോൺ യൂണിഫോം ആവാം. അതായത് വേരിയബിൾ ആവാം, അത് കോൺസ്റ്റന്റ് റേറ്റിൽ ചേഞ്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അല്ലാതെ ചേഞ്ച് ചെയ്യുന്നതാവാം. വേരിയബിൾ ആവാം, നോൺ വേരിയബിൾ ആവാം. അപ്പം ഈ വെലോസിറ്റിയിൽ നമ്മൾ നേരത്തെ സ്പീഡ് പറഞ്ഞതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് വെലോസിറ്റിയുടെ ടേംസിലാണ്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. ഇനിഷ്യൽ വെലോസിറ്റിയുടെയും ഫൈനൽ വെലോസിറ്റിയും കൂടെ ആവറേജ് ആണ് എന്ത്, നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. വി ഇനിഷ്യൽ പ്ലസ് വി ഫൈനൽ ബൈ 2 ആണ് എന്ത്, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇതെന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡിറക്ഷൻ. അതിൻ്റെ ഡയറക്ഷനും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചപ്പോഴും എന്താണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷനും ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. പക്ഷേ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ വെച്ച് മാത്രം നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്തത്. 9th ക്ലാസ്സിൽ ഡയറക്ഷനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമായിരിക്കും ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉഷ സ്വിംസ് ഇൻ 90 meter ലോങ് പൂൾ. ഷീ കവേഴ്സ് 180 meter in 1 minute by swimming from one end to other end back along same straight path. Find the average speed and average velocity. അതായത് ഒരു പൂളുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 meter ആണ്. ഷീ കവേഴ്സ് 180 meter in 1 minute. അതായത് അങ്ങോട്ട് പോയി തിരിച്ചു വരാനുള്ള ബാക്ക് അലോങ് സെയിം സ്ട്രെയിറ്റ് പാത്ത്. അതായത് അങ്ങോട്ട് നീന്തി തിരിച്ച് അതേ പാത്തിൽ കൂടെ തിരിച്ചുകൂടെ വരാനെടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് ടൈം ടേക്കൺ ആണ് എന്തെന്ന് പറഞ്ഞാൽ 1 minute എന്ന് പറയുന്നത്. 180 meter കവർ ചെയ്യാനെടുത്ത ടൈമാണ് 1 minute. എങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇനി ആവറേജ് സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, S/T. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്, അങ്ങോട്ട് 90 തിരിച്ച് 90. അപ്പോൾ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ പാത്ത് കവേർഡ് ഈക്വൽ ടു 180 meter. ടൈം എത്രയാണ് 1 minute. 1 minute എന്ന് പറയുമ്പോൾ 60 seconds. അതായത് 3 meter per second ആണ് എന്ത്, ഉഷയുടെ സ്പീഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആവറേജ് സ്പീഡ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് വെലോസിറ്റി എത്രയാണ്, വി ആവറേജ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പറഞ്ഞു, വി ഇനിഷ്യൽ പ്ലസ് വി ഫൈനൽ ബൈ 2. ഇത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇനിഷ്യൽ വെലോസിറ്റിയോ ഫൈനൽ വെലോസിറ്റിയോ നമുക്ക് തന്നിട്ടില്ല. വേറൊരു ഇക്വേഷനാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ ഡിസ്റ്റൻസ് സ്പീഡ് ആയതുകൊണ്ട് എന്തായി, ഡിസ്റ്റൻസ് ആയി. ഇവിടെ ആ വെലോസിറ്റി ആകുമ്പോൾ എന്താവും, ഡിസ്പ്ലേസ്മെൻ്റ് ആവും. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ നിന്നാണ് മൂവ് ചെയ്ത് തുടങ്ങിയത്, തിരിച്ച് ഇങ്ങോട്ട് നീട്ടി തിരിച്ച് ഇവിടെ തന്നെ എത്തി. അപ്പോൾ ഫൈനൽ പൊസിഷനും സെയിം ആണ്. ഇനിഷ്യൽ ഫൈനൽ കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0 meters. ടൈം എത്രയാണ്, 60 seconds. അതായത് എത്രയാണ്, 0 meter per second. അതായത് വെലോസിറ്റി ഇല്ല.
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് ഉണ്ടായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താവുന്ന 0 ആവുന്ന കേസുണ്ട്, അതുപോലെ സ്പീഡ് ഉണ്ടായിട്ട് വെലോസിറ്റി 0 ആവുന്ന കേസസും ഉണ്ട്. അതാണ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്.